ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നതും ഈ ഫ്രഷേഴ്സിന് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ജസ്റ്റ് ഫ്രഷേഴ്സിന് ഗ്രാജുവേഷന് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഫ്രഷേഴ്സിനുള്ള ഓസ്ട്രേലിയൻ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഫ്രഷേഴ്സ് ആണെങ്കിൽ ഓവർസീസിൽ നിന്നുള്ള സിറ്റിസൺസ് ആണെങ്കിൽ പോലും അവർക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. ബിക്കോസ് ദേ ആർ ഓൺ ഷോർ, അവർ ആസ്ട്രേലിയൻ. പക്ഷേ അതേസമയം ഇപ്പം ഇന്ത്യയോ അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്ത് നിന്നുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പാസ്സായി ഇറങ്ങുന്ന ഒരാള് വളരെ ഇപ്പോൾ ഇറങ്ങിയ ഒരാൾ, പക്ഷെ അവർക്ക് ആ റീസൻഷ്യൽ പ്രാക്ടീസ് ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് ആ ഒരു ഘടകം നമ്മൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 3 മാസത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അത് വളരെ വലിയ കാര്യം. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താൽ എന്തായാലും ഏകദേശം ഒരു വർഷത്തോളം സമയം ഈ ഒരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ OBA പാത്വേക്ക് മിനിമം എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അവർ ഒപ്പം വർക്ക് ചെയ്യുകയും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാവുന്നുണ്ട്. 3 മാസത്തെ ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 38 മണിക്കൂർ ഇത് രജിസ്ട്രേഷന്റെ സ്റ്റാൻഡേർഡ് ഇതനുസരിച്ച്, നിലവാരം അനുസരിച്ച് 38 മണിക്കൂർ നിങ്ങൾ ഒരാഴ്ചയിൽ വർക്ക് ചെയ്യണം മിനിമം. അതാണ് ഫുൾ ടൈം എന്ന് പറയുന്ന ആസ്ട്രേലിയൻ. അതല്ല എന്നുണ്ടെന്ന് അതെ 38 മണിക്കൂറാണ്. 48 അത്രയും അത് വേണമെന്നില്ല. 38 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും.